എന്തിന് നമ്മളെല്ലാവരും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം? ഈ ഒരു കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 2020 യൂറോ കപ്പിന്റെ സമയത്ത് ഒരു പ്രസ് മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ മുന്നിൽ രണ്ട് കൊക്കോകോളന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ രണ്ട് ബോട്ടിൽ എടുത്ത് കൊക്കോകോളന്റെ രണ്ട് ബോട്ടിൽ എടുത്ത് മാറ്റി ആ വാട്ടർ ബോട്ടിൽ വെച്ച് വാട്ടർ കുടിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തു. ആ സമയത്ത് പക്ഷെ ആ ഒരു പ്രസ് മീറ്റിൽ ഇരിക്കുന്നവർ കുറെ പേര് ചിരിച്ചു, ഇതെന്താ ഇപ്പം കൊക്കോകോളൊക്കെ ഇതെന്തിനപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വെള്ളം എല്ലാവരും കുടിക്കുന്ന ആ ഒരു മോഡിലായിരുന്നു ബാക്കിയുള്ളവർ. പക്ഷേ അന്നേ ദിവസം കഴിഞ്ഞ് വിത്തിൻ ഒരു ലിമിറ്റഡ് ഓഫ് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ കൊക്കോകോളന്റെ മൊത്തം വാലുവേഷൻ 4 ബില്യൺ ആണ് താഴോട്ടേക്ക് ഇടിഞ്ഞത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനോ എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ ചെറിയൊരു സാധനം, ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു മൊത്തം ഇൻഡസ്ട്രീനെ തന്നെ മൊത്തത്തിൽ കിടുകിട വർപ്പിച്ചു എന്നുള്ള. അതായത് മൊത്തത്തിൽ ആ ഇൻഡസ്ട്രിയിൽ തന്നെ 4 ബില്യൺ താഴ്ന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു. ഇതെന്തുകൊണ്ടാണ് നടന്നത്? ഇത് നടന്നതിന്റെ കാരണം ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ആൾ ബിൽഡ് ചെയ്ത പേഴ്സണൽ ബ്രാൻഡും അയാൾ ഉണ്ടാക്കിയെടുത്ത വാല്യൂ ആണ്. സോ ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ ഇൻഡസ്ട്രി കണ്ടുപിടിച്ച് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട സാധനമാണ് പേഴ്സണൽ ബ്രാൻഡ്. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. സോ ഈ ഒരു പറഞ്ഞ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ എന്ന് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതായത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ മൾട്ടിപ്പിൾ ബിസിനസ്സിന്റെ ഓണ്ടർപ്രണർ ആണ്. അതുപോലെ തന്നെ നല്ലൊരു സ്പോർട്സ്, മോർ ദാൻ സ്പോർട്സ് നമ്മളെല്ലാവരും ഫേവറേറ്റ് ആവുന്ന ഒരു ബോഡി ഫിസിക് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരാളാണ് ആര്, ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ ഇതേപോലെ നമുക്ക് നമ്മളെ ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എന്താവണം, പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ബെസ്റ്റ് തിങ്. സോ ഫസ്റ്റ് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ ലിവറേജ് ചെയ്യാനും നമ്മളെ പേഴ്സണൽ പ്രൊഫൈലിനെ ലിവറേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടന്റ് ക്രിയേഷൻസിലൂടെ സ്റ്റാർട്ട് ചെയ്യാം, നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പല രീതിയിൽ മെയിൻ തിങ് നമ്മൾ ആരാണെന്ന് നമ്മൾ ബാക്കിയുള്ളവരെ എടുത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതായത് നമ്മൾ എന്താണ്, നമുക്ക് ആക്ച്വലി ഉള്ള കഴിവുകൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും, നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എന്ത് കൈൻഡ് ഓഫ് വാല്യൂസ് കൊടുക്കുന്നതല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ ഈ ഒരു കണ്ടന്റ് ഇടണമെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ ഒരുപാട് ഹവേഴ്സ് ഇരുന്ന് സ്ക്രിപ്റ്റ്സ് ഉണ്ടാക്കി റിസർച്ച് ചെയ്ത് നല്ല റെലവെന്റ് ആണോ, കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണോ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതേപോലെ നമ്മൾ ഇടുന്ന എഫേർട്ടിനെ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നമ്മളെ ഓഡിയൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ ഓഫ് കോഴ്സ് നമ്മളെ ബ്രാൻഡ് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഒരു പൊട്ടൻഷ്യൽ പെട്ടെന്നുള്ളത് തന്നെ ആവണമെന്നില്ല. അത് സ്ലോ പ്രോസസ് ആവാം. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ അത്രയും വാല്യൂ ക്രിയേറ്റ് ചെയ്ത് പൊട്ടൻഷ്യൽ ആളായതുകൊണ്ടാണ് റീസെന്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒറ്റടിക്ക് ഐക്കൺസ് ഒരുപാട് ട്രോൾ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റേ യൂട്യൂബിൽ നിന്ന് കോൾ ചെയ്യുന്ന എന്നുള്ള രീതിയിലായിട്ട് ഒരു കാണിക്കുന്നത്. ഇപ്പൊ സിൽവർ പ്ലേ ബട്ടൺ കൊടുക്കണോ അതോ ഗോൾഡ് കൊടുക്കണോ, ഒക്കെ കൂടി ഒപ്പരം അയച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ള തമാശയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആക്ച്വലി അത് എന്തുകൊണ്ടാണ് ഒറ്റടിക്ക് അത്രത്തോളം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനാണത്. സോ ഇതേപോലെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ ബിസിനസ് എന്തൊക്കെയാണ്, നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മളെ ടൈമിങ്, നമ്മളെ കാര്യങ്ങൾ. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ചെയ്യണമെങ്കിൽ, ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമ്മളെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്ലാൻ സെറ്റ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മളെ ഇൻഡസ്ട്രീനെ, അതായത് നമ്മളെ റെലവെന്റ് ആയി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നിഷ് ഏതാന്ന് നോക്കുക, ഇൻഡസ്ട്രി ഏതാന്ന് നോക്കുക. ആ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സ് വേണം നമ്മൾ സംസാരിക്കാൻ. ആ രീതിയിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ നിഷ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആക്കുക. അതിനുശേഷം നമ്മളെ ഇൻഡസ്ട്രിയിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പേജസും, ഇപ്പം ഇൻസ്റ്റഗ്രാമും
യൂട്യൂബും ഫേസ്ബുക്കും ലിങ്ക്ഡിനും മാക്സിമം സോഷ്യലി നമ്മൾ എന്താക്കണം, എല്ലാവരുടെ അടുത്തും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയ പേജസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. ഇനീഷ്യലി തന്നെ വലിയ രീതിയിൽ ഹ്യൂജ് രീതിയിൽ കോണ്ടന്റ്സ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും. മേ ബി ക്യാമറ ഫിയർ ഉള്ളവരുണ്ടാവാം, ചിലപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ ഇനീഷ്യൽ ടൈമിലൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിലും ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇയേഴ്സ് കഴിയുന്ന സമയത്തല്ലേ, ഒരുപാട് സമയം എടുക്കുന്ന സമയത്ത് കുറേ നമ്മൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അഗ്രസീവ്ലി ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ, ലാസ്റ്റ് ഡേ നമ്മളൊരു ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ടൈമിംഗ് വെച്ച് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു. എനിക്ക് ഒരു 2 കണ്ടന്റ് എടുക്കാൻ ഞാൻ എടുത്ത ടൈം എനിക്ക് 5 minutes ആണ്. 5 minutes കൊണ്ട് എനിക്ക് 2 കണ്ടന്റ് എടുക്കാൻ പറ്റി. മറിച്ച് കുറെ മുന്നേ ഞാനൊരു 1 hour 2 hour എടുക്കും ഒരു 2 കണ്ടന്റ് എടുക്കാൻ. തെറ്റ് തന്നെ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മാറി ഇതിലേക്ക് വരാൻ നമ്മൾ എടുത്ത ഒരുപാട് എഫേർട്ടും ആ റിസ്ക് ആണ്. ആ റിസ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി വൺ ഡേ നമുക്കിത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കാനും വേണ്ടി പറ്റും. സോ നിങ്ങൾ ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്തു, ഈ നിഷ് കണ്ടെത്തിയതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ പ്രസൻസും കാര്യങ്ങളും ബിൽഡ് ചെയ്തതിന് ശേഷം നേരെ ഇനി പോസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നേരെ പോസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മളിപ്പം കംപ്ലീറ്റ്ലി പെർഫെക്ഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് തിങ്. സോ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു നല്ലൊരു ഓഡിയൻസ് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലിനെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് യൂത്തിനെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും പേഴ്സണൽ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനും സ്റ്റാർട്ടപ്സിനും ബിസിനസ്സിനും കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഫോക്കസ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഇൻസൈറ്റ്സ് എനിക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം, ഒരുപാട് നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ള ഓഫ്കോഴ്സ് ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഓരോ വീഡിയോസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക, ഇപ്പം തന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.